നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. Akbar College, a division of Akbar Group, State Bank Road, opposite Town Hall, Tirur. SKSSF തിരൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഗൺ കൂട്ടക്കൊലയിൽ മരണപ്പെട്ട ശുഹദാക്കളുടെ ആണ്ടിനോടനുബന്ധിച്ച് അനുസ്മരണ പ്രാർത്ഥനാ സംഗമം കോരങ്ങത്ത് ജുമാ മസ്ജിദിലും കോട്ട് ജുമാ മസ്ജിദിലും സംഘടിപ്പിച്ചു. കോരങ്ങത്ത് നടന്ന സിയാറത്തിനും പ്രാർത്ഥനയ്ക്കും SKSSF സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങളും കോട്ട് ജുമാ മസ്ജിദിൽ നടന്ന സിയാറത്ത് പ്രാർത്ഥനയ്ക്ക് ASK തങ്ങളും നേതൃത്വം നൽകി. തിരൂരിൽ SKSSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളരെ ശ്രദ്ധേയമായൊരു ചർച്ചാ സമ്മേളന പരിപാടി സംഘടിപ്പിച്ചു. ഇവരുടെ ഈ കൂട്ടക്കൊലയ്ക്ക് 103 വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ അവരെ പ്രത്യേകം ഓർത്തെടുക്കുകയും പുതിയ തലമുറയ്ക്ക് അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യീകരിക്കുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ചരിത്രങ്ങളിൽ വളരെ തന്ത്രപരമായി വാഗൺ ട്രാജഡി എന്നാണ് ഇതിനെ ഉപയോഗിച്ചു വരുന്നത്. ഇന്നും നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ വാഗൺ ട്രാജഡി, വാഗൺ ദുരന്തം എന്ന രീതിയിലാണ് ഇതിനെ ഉപയോഗിച്ചു വരുന്നത്. സത്യത്തിൽ അന്ന് ബ്രിട്ടീഷുകാർ ചെയ്ത വലിയൊരു തന്ത്രം വിജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അതിനെ തിരിച്ചറിയുകയും ഇത് വാഗൺ ട്രാജഡിയല്ല, ഇത് വാഗൺ കൂട്ടക്കൊലയാണെന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നമ്മുടെ തിരൂരിൽ തന്നെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മാരകം, അതിൻ്റെ കവാടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഗൺ ട്രാജഡി സ്മാരക ഹാൾ എന്നാണ്. അങ്ങനെ ഇവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന സ്മാരകങ്ങളിൽ പോലും ബ്രിട്ടീഷുകാർ അന്ന് കൊണ്ടുവന്ന നാമത്തെ നാം ഉപയോഗിക്കപ്പെടുന്നു എന്നത് വേദനാജനകമാണ്. ബന്ധപ്പെട്ട ആളുകൾ അത്തരം നാമങ്ങൾ മാറ്റി നമ്മുടെ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പേരുകൾ ട്രാജഡി എന്നതിന് പകരം കൂട്ടക്കൊല എന്ന രീതിയിൽ തന്നെ ഇതിനെ സ്മരിക്കുകയും ആ രീതിയിൽ തന്നെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുകയും അതോടൊപ്പം നമ്മുടെ തിരൂരിൽ ഈ മഹാന്മാരായ ശുഹദാക്കന്മാർ സ്മരിക്കുന്ന രൂപത്തിലുള്ള ചരിത്ര ഗവേഷണ കേന്ദ്ര പദ്ധതികളും സ്ഥാപനങ്ങളുമൊക്കെ നിർമ്മിക്കുവാനും ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. വാഗൺ കൂട്ടക്കൊലയിൽ മരണപ്പെട്ട ശുഹദാക്കളെ കുറിച്ച് പഠിക്കാനുള്ള ചരിത്ര ഗവേഷണ റിസർച്ച് സെന്ററുകൾ തിരൂരിൽ കൊണ്ടുവരണമെന്ന് സംഘം ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് PA അഷ്കർ ഫൈസി ചെമ്പ്ര, സെക്രട്ടറി ജംഷീദ് പൂക്കയിൽ, ഫാരിസ് ദാരിമി ചെമ്പ്ര, സംസ്ഥാന വികായ സമിതി അംഗം ബഷീർ മുത്തൂർ, ജില്ലാ വികായ ചെയർമാൻ മുനീർ ഉണ്ണിയാൽ, മേഖലാ വൈസ് പ്രസിഡന്റുമാരായ അമീർ ഫൈസൽ പുല്ലൂർ, അബ്ദുസമദ്, ജോയിന്റ് സെക്രട്ടറി ഫൈസൽ കുറ്റൂർ, വർക്കിംഗ് സെക്രട്ടറി ഷഹനാദ് മുറിവഴിക്കൽ, കോരങ്ങത്ത് ജുമാ മസ്ജിദ് ഖത്തീബ് അഷ്റഫ് അഷ്റഫി, കോട്ട് ഖത്തീബ് ബഷീർ ഹസനി, സിദ്ദീഖ് ഹാജി, SYS സെക്രട്ടറി സലീം നടുവിലങ്ങാടി, ജോയിന്റ് സെക്രട്ടറി യൂനസ് കോരങ്ങത്ത്, ഷാഫി ഫൈസി, തിരൂർ മുനിസിപ്പൽ മെമ്പർ ഷാഹുൽ ഹമീദ്, കോരങ്ങത്ത് മഹല്ല് സെക്രട്ടറി KK അഹമ്മദ്, അസീസ് എന്ന അത്തിക്ക, സ്വാദിഖ് കോരങ്ങത്ത്, മഹറൂഫ് മൂപ്പൻ ചെമ്പ്ര, മുസ്തഫ മദലിങ്ങൽ, നിസാർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. TV ന്യൂസ് തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ.